അപ്പോൾ മാതാവേ, അമ്മയുടെ ദിവസമാണിന്ന്. ഉടമ്പടിയെടുത്ത് എല്ലാ മക്കളെയും നീ ആസ്വദിക്കണം. ഇന്ന് ശനിയാഴ്ച ഡേറ്റ് ഇട്ടിട്ടുള്ളവരുണ്ട്, അത് നടക്കണം അമ്മേ. ഇന്ന് ശനിയാഴ്ച ചില വ്യക്തികളെ പോയി കാണാൻ വേണ്ടി തീരുമാനിച്ചവരുണ്ട്, അത് ഗുണകരമായിട്ട് മാറണം അമ്മേ, അല്ലെങ്കിൽ അത് നടക്കരുത്. ശനിയാഴ്ച ചെയ്തെടുക്കേണ്ട ജോലികൾ പ്രമാണം നടത്തുന്നവരുണ്ട്, വസ്തു കൈമാറുന്നവരുണ്ട്, ഭാഗോടമ്പടി നടത്തുന്നവരുണ്ട്, കല്യാണം ആലോചിക്കുന്നവരുണ്ട്, മക്കൾക്ക് ജീവിത പങ്കാളിയെ തിരക്കി പോകുന്നവരുണ്ട്. കർത്താവേ, എല്ലാ യാത്രകളും നീ ശുഭമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, വസ്തു നടത്തിയെടുക്കാൻ പോകുന്നവരുണ്ട്, ജപ്തി വന്ന വസ്തുവിന് പരിഹാരം കാണാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ആ പരിശ്രമങ്ങളെ അന്ന് വിജയിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനിടയിൽ കർത്താവെ, കാലവർഷത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട്. അടുത്ത കൊല്ലമെങ്കിലും സമാധാനത്തിലെ വർഷം പിഴക്കാൻ പറ്റണേ കർത്താവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവിടെ കണ്ണുനീര് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിൻ്റെ ഞെരുക്കങ്ങൾ കാണുമ്പോൾ മക്കളോട് മാതാപിതാക്കന്മാർ പറയും, നാളെ ശരിയായ മക്കളെ, കർത്താവ് നമ്മളെ കടാക്ഷിക്കും. അപ്പോൾ മക്കൾ പറയും, ഓ കർത്താവ് ഇത്രയും നാളായിട്ട് പ്രാർത്ഥിക്കാത്തവർക്ക് എല്ലാം അനുഗ്രഹിക്കുന്നുണ്ടല്ലോ, നമ്മൾ അനുഗ്രഹിക്കാത്ത എന്താണെന്ന് ചോദിക്കുമ്പോൾ മാതാപിതാക്കന്മാർ നെടുവേർപ്പിടും. അപ്പോൾ മാതാപിതാക്കന്മാരെ പ്രാർത്ഥിക്കും, കർത്താവ് കുഞ്ഞുങ്ങളുടെ വിശ്വാസം പോകാതിരിക്കാനെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും. അവിടെ തൊണ്ട ഇടറിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവരുടെ തൊണ്ടകളെ കർത്താവ് ആസ്വദിക്കട്ടെ. അവിടെ കണ്ണു നിറഞ്ഞ് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർക്ക് കർത്താവിൻ്റെ തിരുമുറിവാർന്ന വലുതുഗ്രഹത്തിൻ്റെ ആശീർവാദം ലഭിക്കട്ടെ. കർത്താവ് പിൻകടത്തിലും മുഴ കാണുന്നവരെ കാണിക്കുന്ന ഒരു ഈശോ, അവരങ്ങത്ത് സ്പർശിക്കണം. കർത്താവ് ശാരീരികമായ രോഗങ്ങൾ ആവശ്യപ്പെടുന്നവർ, ആരെ സഹായിക്കാനില്ലെങ്കിൽ രോഗമില്ലെങ്കിൽ ജീവിച്ചു പോകാം എന്ന് പറഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരില്ല ഈശോയെ, അവരെ പ്രത്യേകം സന്ധിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നിക്കുന്നവർക്ക് സന്ധിപ്പ് കൊടുക്കണേ കർത്താവേ. മഴയും ഭയങ്കര തണുപ്പൊക്കെ അടിക്കുമ്പോൾ ജീവിതത്തിൽ വീടുകളിൽ അടുത്ത കാലത്ത് മരണം സംഭവിച്ച വീടുകളിൽ ഇപ്പോൾ എല്ലാവരും പോകേണ്ടവരൊക്കെ പോയി, ഇനി എന്തിനാണ് ഞാനായിട്ട് ജീവിക്കണം വിചാരിച്ച് മനസ്സിൽ ഹൃദയഭാരമായിട്ട് പേറുന്നവർ, അവിടെ സങ്കടങ്ങൾ കർത്താവെ താങ്ങാൻ പറ്റാത്ത വീടുകളിൽ നിൻ്റെ വിശുദ്ധ ദൂതനെ ഈ ഒറ്റ പ്രാർത്ഥനയുടെ ശക്തിയാൽ അവരിന്ന് കർത്താവ് സന്ധ്യക്കുള്ളിൽ പരിഹാരം കണ്ടെത്താൻ ഞാൻ അവർക്ക് വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, കുഞ്ഞുങ്ങളെ പ്രതി പ്രാർത്ഥിക്കുന്നു, വിദ്യാർത്ഥികളെ പ്രതി പ്രാർത്ഥിക്കുന്നു, ഉദ്യോഗസ്ഥന്മാരും തൊഴിലാളികളെ മത്സ്യത്തൊഴിലാളിയെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു, കടലിൽ പോയി മരിച്ചവരുടെ കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ലേലത്തിൽ പിടിച്ച വസ്തുക്കൾ, അതിനുശേഷം വന്നിട്ടുള്ള അതിനുശേഷം വന്നിട്ടുള്ള ഭവിഷ്യത്തുകൾ, ചിട്ടിപിടിച്ചവർ, അതിൻ്റെ ഭാഗമായി വന്ന ഭവിഷ്യത്തുകൾ എല്ലാം പരിഹരിക്കാനുള്ള പുതിയ മാർഗങ്ങളോട് മക്കൾ കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. Lord Jesus Christ, the fire fingers, so the precious blood, Lord, and peace, spirit of power and grace.